ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാവള വിജുവിന്റെ വീടിന്റെ മുന്നിലാണ്. മാവള വിജുവിന്റെ ധർമ്മപത്നി രജനി ചേച്ചി ഒന്ന് കാണാൻ പോവാണ്. 24 ഒക്കെ കാണുന്നുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട കാര്യം, ഇങ്ങനെ പല വീടുകളിൽ നമ്മൾ ഇങ്ങനെ ക്രിസ്തു സന്ദർശനം നടത്താനുള്ള പദ്ധതിയുണ്ട്. കാര്യം അവിടെ വീടുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള അവബോധമുണ്ടോ, പ്രചാരണ പരിപാടികളുണ്ടോ എന്നൊക്കെ അല്ലേ. വിജയകുമാർ ഈ വഴിക്കൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മൾ ആദ്യത്തെ സന്ദർശനമാണ്. ചങ്ങനാശ്ശേരി വിട്ട് എവിടെ പോയിട്ടുള്ളത്? ചങ്ങനാശ്ശേരി വിട്ട് പോയിട്ട്, പക്ഷെ ഞാൻ ഈ മാവിളയിലെ ബിജു ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടില്ല. അതേ ഉള്ളൂ. പച്ചപ്പും ഹരിതാപം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരുപാട് ഒരുപാട്. ഈ ബിജു ചേട്ടൻ ആള് പുലിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആണല്ലേ. കുറെ ചെടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ പ്രേക്ഷകർ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, എന്താണ് നമ്മൾ മാവിള ബിജുവിനെ തിരഞ്ഞെടുക്കാൻ കാരണം? അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് പ്രസക്തി? എന്താണ് മാവിള ബിജു ചേട്ടന്റെ സമകാലിക പ്രസക്തിയെ പറ്റിയാണോ ഇന്നത്തെ മോർണിംഗ് ഷോ? മാവിള ബിജു ചേട്ടനും കേരളവും നമുക്ക് അപ്പൊ നമ്മുടെ രേണി ചേച്ചിയെ നമുക്കൊന്ന് ആദ്യം കാണണം. ചേച്ചി ഉണ്ടോ സ്ഥലത്ത്? ചേച്ചി, അപ്പം മാവിള ബിജു നിങ്ങളൊരു പുലിയാണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറയണ ആൾക്കാർ ചോദിക്കും, നമ്മൾ ആദ്യമായിട്ട് ഈ യാത്ര തുടങ്ങിയ 3-ാം ദിവസമാണ്. ഇതാണ് ആഷ്മി താജ് ഇബ്രാഹിം എന്നുള്ള മനുഷ്യൻ. ജീവനോടിരിക്കുന്നതാണ് മറ്റൊരു വിജയകുമാർ. അറിയാം, ന്യൂസ് കേൾക്കുന്ന ഒരാളാണ്. പണ്ടേ കാണാറില്ല. ഇവിടെ പൂട്ടി പോവല്ലോ. അപ്പൊ അതാണ് SKN മാവിള ബിജു ചേട്ടന്റെ സമകാലിക പ്രസക്തി. വാർത്ത മാത്രമേ കാണാറുള്ളൂ. ഇത് എന്റെ റിലേറ്റീവ് ആണ് ദീപ, പഴയൊന്നും പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്. നമ്മളെ ഈ പഴയന്നൂർ ആ വാർഡിലൊക്കെ തന്നെ ഈ ആൾക്കാരുടെ ഒരു അവബോധം എങ്ങനെ ഈ MDMA പോലുള്ള സംഭവം പ്രചരിക്കുകയാണല്ലോ. പിന്നെ എല്ലാവർക്കും നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. രക്ഷിതാക്കളെ വിളിച്ച് കുട്ടികൾക്ക് എല്ലാം കൊടുക്കാറുണ്ട്. സ്കൂൾ ബേസ് ചെയ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കടകളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടെന്നുള്ള അറിവ് വെച്ചുകൊണ്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. വളരെ കർശനമായിട്ട് നിൽക്കുകയാണ്. ഇതൊരിക്കലും തകർക്കും. നമ്മുടെ യാത്ര ഏതിനാണ് കാര്യം? നമ്മൾ അവസാനത്തെ ഈ വിൽപ്പനക്കാരനും കേരളം വിട്ടു പോകണം. അതാണ് നമ്മുടെ ഐഡിയ. കാര്യം അവരെ നമ്മൾ പിടിച്ചാത്തിടണമെന്നില്ല, അവര് കേരളം വിട്ടേക്കണം. ഈ നാട്ടിൽ വേണ്ട നിങ്ങൾ. നമ്മളെ കുട്ടികളെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചി എന്തൊക്കെയാ വിശേഷങ്ങൾ? ചേച്ചി ഇപ്പൊ പറയുന്ന ഒരു കാര്യം എനിക്കറിയാം. ആഷ്മി, എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല. അങ്ങനൊന്നും പറയത്തില്ല. എന്താ ചെയ്യുന്നേ രേണി ചേച്ചി? ഈ നമ്മുടെ ബിജുചേട്ടനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രോബ്ലമൊന്നുമില്ല അല്ലേ? എത്ര കാലമായി നിങ്ങളുടെ ദാമ്പത്യം ആരംഭിച്ചിട്ട്? 19 വർഷം. എത്ര മക്കളുണ്ട്? മോളെ, നിന്റെ കാര്യം. മോളുടെ പേരെന്താ? ബദരി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലല്ലേ? നമ്മുടെ രാവിലെയൊക്കെ ഈ മോർണിംഗ് വാർത്തകളൊക്കെ നിങ്ങൾ ഈ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എവിടെ നമ്മളെ ഈ ഫോണൊക്കെ തിരികെ വെക്കുന്നതിന്? രാവിലെ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. എത്ര മണിക്കാ? എനിക്ക് സ്കൂളിൽ ഇന്ന് പരീക്ഷയാണ്. അപ്പൊ ലൈവ്. 9ാം ക്ലാസ്സിലെ പരീക്ഷ ഉണ്ടോ ഇപ്പോ? 6ലെ പരീക്ഷ ഉണ്ടോ ഇപ്പോ? ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് പോണോ മോക്ക്? എല്ലാം പഠിച്ചോ? അത് സൂപ്പറായിരിക്കും. ആഷ്മി, പരീക്ഷയെ സംബന്ധിച്ച് വല്ല ഉപദേശം കൊടുക്കാനുണ്ടോ ആഷ്മിക്ക്? ഏതാ വിഷയം? കേരള പാഠാവലി മലയാളം. ധൈര്യമായിട്ട് പോയി ഒന്നും സംഭവിക്കുന്നത്. പേപ്പർ ഉണ്ടാ ടീച്ചർ ഇട്ട് വരും ചേട്ടാ. അപ്പൊ നമുക്ക് രേണി ചേച്ചിയോട് എന്തോ വിജയകുമാർ എന്തോ ചോദ്യം ചോദിക്കാൻ ഇന്നലെ ഇരുന്ന് 2 ചോദ്യമൊക്കെ ഫിറ്റ് ചെയ്തിട്ടാ വിജയകുമാർ വന്നത്. ഈ മനുഷ്യനെ കണ്ടുപരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇതാണ് S വിജയകുമാർ എന്ന് പറഞ്ഞാൽ. ഇതേ ഒരു എന്തോ പരിപാടി പുള്ളിക്ക്. ഓക്കെ. അപ്പൊ വിജയൻ ചോദിച്ചു. ഇല്ല, ഞങ്ങളുടെ യാത്രയെ പറ്റി SKN നടത്തുന്ന യാത്രയെ പറ്റിയൊക്കെ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? അപ്പൊ നമ്മള് ഇത് തന്നെയാണ് ഈ ബോധവൽക്കരണം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ വീടുകളിൽ നമ്മൾ തുടങ്ങിയാലേ അത് സമൂഹത്തിലാകെ പടരൂ എന്നാണല്ലോ. വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തോ സമയം ഇനി ആൾക്കാർ വല്ല ചോക്ലേറ്റ് എന്നാ വാങ്ങിക്കരുത്. സ്കൂൾ ഏതാ? ആ സ്കൂളിലൊക്കെ ഈ പറയുന്ന ഇത്തരം ഈ കുട്ടികളെ ലഹരി ചേട്ടന്മാരെ കണ്ടോണ്ടോ ഇങ്ങനെ ചോക്ലേറ്റുമായിട്ടൊക്കെ? ഇല്ലല്ലോ, കണ്ടാ വാങ്ങിക്കരുത്. വാങ്ങിച്ചവന്റെ മുഖത്തൊന്നും അറിയാൻ നിൽക്കണ്ട. ചേട്ടാ വേണ്ട ചേട്ടാ, ഞാൻ ആള് വേറെയാന്ന് പറഞ്ഞു, പുലിയാന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മോർണിംഗ് ഷോ ഒരു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി. ആ സന്ദേശം ആ വീടുകളിൽ നിന്ന് തന്നെ പ്രചരിപ്പിച്ച് തുടങ്ങുക. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പോകും, ആളുകൾ വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പോകും. അതിപ്പോ മാർക്കറ്റിൽ പോകും, കടകളിൽ പോകും, ഷോപ്പിംഗ് മാളിൽ പോകും, സിനിമാ തിയേറ്ററിൽ പോകും.
അപ്പോൾ കടൽ തീരത്ത് പോകും, അങ്ങനെ എല്ലായിടത്തും പോകും. അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ തുടങ്ങിയത് ഒരു സന്ദേശം വീട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം എന്നതുകൊണ്ട് തന്നെയാണ്. രേണി ചേച്ചിയുടെ ഈ വീട്ടിൽ നമ്മുടെ വരവിന്റെ പ്രാധാന്യം എന്താ അറിയോ? ഈ മോർണിംഗ് ഷോ തുടങ്ങിയിട്ടാണ് ഒരു 6.5 വർഷമായി. ഇതുവരെ നമ്മളൊരു വീട്ടിന്റെ അടുക്കളയിൽ കയറി ഇത് തുടങ്ങിയിട്ടില്ല അല്ലേ? ആദ്യമായിട്ട് അങ്ങനെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ചേച്ചിയുടെ അടുക്കള. ഓക്കെ, ഇതേതിനെ പരിചയപ്പെട്ടില്ല ലക്ഷ്മി. പേരെന്താ? ജിനിത. ഈ വീടുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞാൻ അടുത്ത വീട്ടിലുള്ളത്. അല്ലെ, എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ വീടുകളൊക്കെ എന്തുവാണ് ഈ നമ്മളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിഷമം എന്താണെന്നറിയാമോ? അതായത് അയൽവാസികളായിട്ടൊന്നും വീട്ടുകാർക്കൊന്നും ഒരു ബന്ധവുമില്ല മിക്കവാറും. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? ഇതിപ്പം വാഴോടല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? ഇവിടെ ഉള്ളവരെല്ലാ അയൽവാസികളുമായിട്ടൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം. എന്റെ ചേച്ചിയോട് ചോദ്യം ചോദിക്കുക, അതായത് തൊട്ടടുത്ത് താമസിക്കുന്ന ആളിന്റെ 3ാമത്തെ മകന്റെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറ്റുമല്ലേ? മെമ്പർക്ക് പറ്റുമോ? പിന്നെന്ത്, എനിക്ക് പറ്റും. മെമ്പറോടാ കളി. നാട്ടിലെ ആ വാർഡിലെ മുഴുവൻ പേര് അറിയണമെന്നാണ് അല്ലേ? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രേണി ചേച്ചിയുടെ അടുക്കളയൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് പാട്ട് വെട്ടി വെക്കാൻ സ്ഥലമുണ്ടോ? നമ്മുടെ ഫോൺ എവിടെ വെക്കും? ഞാൻ ഇവിടെ നിന്നാണ് ഈ സമയമൊക്കെ പറയുന്നത്. സെക്കൻഡ്സ് ഒക്കെ പറയുമ്പോ സെക്കൻഡ്സ് ഒക്കെ വലിയ വരെ പണിയൊന്നും ഇല്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇയാൾ എന്തിനാ തോന്നിട്ടില്ല. ചേച്ചി എനിക്കൊന്ന് നമ്മൾ വരുന്ന പ്രമാണിച്ച് അടുക്കള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു, കുറെ പാട് വിട്ടു. അങ്ങനെയൊന്നുമില്ല. കേട്ടിട്ടില്ലേ? അപ്പൊ ബിജു, ഈ കാശ്മീരുടെ കഥാപ്രസംഗം കേൾക്കുമ്പോ എന്താ തോന്നുന്നു സാറിന്? പഴയ സാമ്പശിവന് ഓർമ്മ വരും. ഈ കഥ നടക്കുന്നത് അല്ലേ? അതെ സാമ്പശിവന്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ? ഏത് കഥയാ? നീതി ഏത് കഥയാ കേട്ടിട്ടുള്ളത്? ഐഷയാണ് നമ്മളെ മനസ്സിലിരിക്കുന്നത്. ഐഷ മോൾക്കറിയാം. ഐഷ നല്ല കുട്ടിയായിരുന്നു. അതിരമാന അരിശം കൊണ്ട് അലറി പട്ടി നിന്നെ കത്തി കൊണ്ട് അരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കുമെന്നാണ് ഐഷ. ഡാൻസറാണോ? അതെ. ആ, ഡാൻസ് ആരെല്ലാം പഠിക്കുന്നത്? നമ്മള് ഇവിടെ ബംഗ്ലാകുന്ന് നാട്യകല ഡാൻസ് അക്കാദമി. ഏതാ പഠിക്കുന്നത്? ഭരതനാട്യം, കുച്ചിപ്പുടി, ഭരതനാട്യം. ഭരതനാട്യമാണോ? ഒന്ന് കളിച്ച് ഞാൻ നോക്കട്ടെ. ഞാൻ പണ്ട് പഠിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ഭരതനാട്യം ഇരിക്കുന്നത്. നോക്കട്ടെ. ചരിത്രത്തിൽ അടുക്കളയിൽ ഭരതനാട്യം കളിക്കുന്ന ലോകത്ത് എല്ലാവരും ഇരുന്ന ആൾക്കാർ ഇപ്പൊ മോളെ കാണുക. വിലകളായിരുന്നു. പാട്ടോട് ഒരു കാര്യം, ചേച്ചി വെറുതെ ഒരു ചായ ഒക്കെ എടുക്കുക. അപ്പൊ നമ്മൾ ഈ എത്ര മണിക്ക് അടുക്കള കയറിയ സാറിന്? കൂടെ സഹായിക്കാൻ ആരും ഉണ്ടാവൂ? പുള്ളി എഴുന്നേറ്റ് വരുമ്പോ എത്ര? 7:30 മണിയാവൂ? എന്നിട്ട് അവിടെ നിന്ന് വിളിക്കുവോ, രജനി ചായ ആയോ? ഇങ്ങനെയാണോ? അല്ലല്ല, ഞാൻ രാവിലെ ഒന്നിലും നടക്കാൻ പോകും, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാം. ചായ കുടിക്കുന്നില്ലേ? ചായ കുടിക്കാറില്ല, കട്ടൻ ചായ കുടിക്കും. നല്ല ഹസ്ബൻഡ് അല്ലേ? കുഴപ്പമില്ലാത്ത അവസ്ഥയല്ലേ? അപ്പൊ നമുക്ക് ചായ കിട്ടി കുടിച്ചു അല്ലേ? സന്തോഷമായിട്ട് ചേച്ചിയുടെ വീട്ടിൽ വന്നല്ലേ? ഓക്കെ. അപ്പം ആരോഗ്യമൊക്കെ എങ്ങനെയാ? എക്സർസൈസ് ഒക്കെ കുഴപ്പമില്ല.